ചില ഡ്രസ് എന്ന് പറയുന്നവർ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വിവാഹ വിരുന്നിന്റെ ഉപമയാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ വിവാഹ വിരുന്ന് ഒരുക്കിയിട്ടുള്ള ഈ യജമാനൻ വിവാഹ വിരുന്നൊക്കെ റെഡി ആയി കഴിയുമ്പോൾ ഭൃത്യന്മാരെ വിളിച്ച് ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാനായിട്ട് അവരെ പറഞ്ഞയക്കുകയാണ്. അവരാരും തന്നെ വരുന്നില്ല. ഇയാൾ വീണ്ടും പറയുന്നത്, എൻ്റെ കാളകളെയും അല്ല മൃഗങ്ങളെയൊക്കെ കൊന്ന് ഞാനിവിടെ വലിയൊരു വിരുന്ന് റെഡിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറയുകയാണ്, ഞാൻ ഈ വിരുന്ന് തയ്യാറാക്കാനായിട്ട് കുറച്ച് നഷ്ടങ്ങളൊക്കെ ഞാൻ സഹിച്ചിട്ടുണ്ട്. എൻ്റെ കാളകളെയും അതുപോലെയുള്ള ചില മൃഗങ്ങളെയൊക്കെ ഞാൻ ഓമനിച്ച് വളർത്തിയ, അല്ലെങ്കിൽ ഞാൻ പരിപാലിച്ച് വളർത്തിയ ചില മൃഗങ്ങളെയൊക്കെ കൊന്നിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വിരുന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് നഷ്ടം വരുത്തി വെച്ചുകൊണ്ടുള്ള വിരുന്നാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും വരണം എന്ന് പറഞ്ഞിട്ട് രണ്ടാമതും ഈ ഭൃത്യന്മാരെ അയക്കുമ്പോഴും ഇവർ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ഈ വിരുന്നിൽ നിന്ന് ഒഴിവാവുകയാണ്. ആ സമയത്താണ് ഇദ്ദേഹം ആ വിരുന്നിന് മറ്റ് ചില ആളുകളെ ഇദ്ദേഹം കണ്ടെത്തുന്നത്. ഇന്നത്തെ സുവിശേഷഭാഗം വായിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതും, ദൈവം നമുക്ക് വേണ്ടി നഷ്ടം സഹിച്ചുകൊണ്ട് ഒരു വിരുന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഇടവ ദേവാലയത്തിൽ എല്ലാ ദിവസവും ഈ വിരുന്ന് നടക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയാകുന്ന വിരുന്ന് ദൈവം വലിയ നഷ്ടം സഹിച്ചുകൊണ്ട് തന്നെ ദൈവം തയ്യാറാക്കിയിരിക്കുന്ന ഒരു വിരുന്നാണ്. ആ വിരുന്നിന് ദൈവം നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലെ ഈ ആളുകളെ പോലെ തന്നെ എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിയുകയാണോ നമ്മൾ ചെയ്യുന്നത്, അതോ വിരുന്നിന് ആ സമയമാകുമ്പോൾ കൃത്യമായിട്ട് അവിടെ എത്തുകയാണോ നമ്മൾ ചെയ്യുന്നത്? ഇന്നത്തെ വചനഭാഗം വായിച്ച് ചെയ്യുമ്പോൾ ദൈവം ഒരുക്കിയിട്ടുള്ള ഈ ദൈവ വിരുന്നിന് വില നൽകിക്കൊണ്ട് അതിനെല്ലാ ദിവസവും അണയാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.